നിരവധി പോക്സോ കേസുകളിലെ പ്രതിയായ ഉസ്താദ് ബീഹാറിൽ പിടിയിലായി. മലപ്പുറം മാധവനാട് സ്വദേശി MK മുഹമ്മദ് ഉസ്താദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. ഇയാൾക്കെതിരെ മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലായി 20ഓളം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതിന് കേസുകൾ നിലവിലുള്ള പശ്ചാത്തലവുമാണ്. വിദേശത്ത് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതി പിടിയിലായത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ ഇത്തരത്തിലൊരു പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്നതും ഇതാദ്യമായിട്ടാണ്. KV ബൈജുവിലേക്ക് പോകുന്നു. ബൈജു, ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് 20ഓളം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ഉണ്ട്. ഇയാൾ വിദേശത്ത് കടക്കാൻ വേണ്ടിയിട്ട് ബീഹാറിൽ വെച്ച് പിടിയിലായെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വളാഞ്ചേരി പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ആദ്യത്തെ ചോദ്യം വരുന്നത്. എങ്ങനെയായിരുന്നു ഇയാളെ പിടികൂടിയത്? ഇയാൾ എങ്ങനെയാണ് ഇവിടുന്ന് കടന്ന് അവിടേക്ക് പോയതും ഇയാളുടെ തുടർന്നുള്ള നീക്കങ്ങളും എങ്ങനെയായിരുന്നു? ഇതിന് മുന്നേയുള്ള കേസുകൾക്ക് എന്താണ് നിലവിലത്തെ സാഹചര്യം? സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു പ്രതിക്കെതിരെ ആദ്യമായിട്ടാണ് ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. 20ഓളം കേസുകളാണ്, പോക്സോ കേസുകളാണ്. അതും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ള ഒരു കേസുകളിലേക്കാണ് പോകുന്നത്. ഞാൻ ബൈജുവിലേക്ക് പോകുന്നു. ബൈജു, ഞാൻ ചോദ്യം ആവർത്തിക്കാം. 20ഓളം കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ വളാഞ്ചേരി പോലീസ് പിടികൂടുമ്പോൾ ബീഹാറിൽ നിന്ന് ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് വളാഞ്ചേരി പോലീസ് തടഞ്ഞത് എങ്ങനെയാണ്? ഇയാളെ പിടികൂടിയതെന്നാണ് എന്നൊരു കാര്യം കൂടി അറിയണം. അതോടൊപ്പം തന്നെ ഇയാളുടെ മുന്നിലത്തുള്ള കേസുകളുടെയൊക്കെ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഹരി, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഒരു ഉസ്താദിനെതിരെ 20ഓളം കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കൂടുതൽ കേസുകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതായത് സംസ്ഥാനത്ത് തന്നെ ഒരു വ്യക്തിക്കെതിരെ, ഒരു പ്രതിക്കെതിരെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. MK മുഹമ്മദ് ഉസ്താദ് എന്ന് പറയുന്ന ഇയാൾക്കെതിരെ കാസർഗോഡ്, മലപ്പുറം 2 ജില്ലകളിലായാണ് ഇപ്പോൾ 20 കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇയാൾ ഈ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾക്കെതിരെ 2 കേസുകൾ, വളാഞ്ചേരി പോലീസിൽ 14 കേസുകൾ, താനൂർ പോലീസിൽ 4 കേസുകൾ നിലവിൽ രജിസ്റ്റർ ചെയ്തതാണ്. കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസുകൾ, അതായത് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി ഇയാൾ ഇവിടെ നിന്നും ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾ അജ്മീർ എന്ന് പറയുന്ന അജ്മീറിലെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് ആദ്യം എത്തുന്നത്. ബേക്കൽ പോലീസ് ഈ വിവരം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയതെ തുടർന്ന് ഇയാൾ ബീഹാറിലേക്ക് അടുക്കുകയായിരുന്നു. അങ്ങനെ ബീഹാറിൽ വെച്ചാണ് വളാഞ്ചേരി പോലീസ് ഒരു ഒളിസംഖ്യത്തിൽ നിന്നും ഇയാളെ പിടികൂടുന്നത്. വിദേശത്തേക്ക് കടക്കാനായിരുന്നു ഇയാൾ പദ്ധതിയിട്ടത്. പോലീസ് പറയുന്നത് ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മസാജ് ചെയ്യിപ്പിച്ച് പ്രകൃതി വിരുദ്ധത്തിൽ ഇരയാക്കുകയാണ് ഇയാളുടെ ഒരു രീതി എന്നാണ്. അങ്ങനെ നിരവധി കുട്ടികളെ ഇയാൾ ഇത്തരത്തിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിൽ ഇരയാക്കിയതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 20 കേസുകൾ മാത്രം ഒരു 1-2 ദിവസത്തിനിടെ ഇയാൾക്കിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 20 കുട്ടികൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. പല കുട്ടികളും ഭയം കാരണം പുറത്തു പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഇയാളൊരു അധ്യാപകനാണ്. ഈ അധ്യാപകൻ ഇയാളുടെ ബിരുദവും സംബന്ധിച്ചും സംശയമുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഏതായാലും വളാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിൽ ഇയാൾ ഇപ്പോൾ ഉണ്ട്. അവിടെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾക്കെതിരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ കേസുകൾ ഉണ്ടാകും. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 20ഓളം കേസുകൾ, നിലവിൽ 20ഓളം കേസുകളാണ് ഈ ഉസ്താദിനെതിരെ കേസെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും കേസുകൾ തുടരാനുള്ള സാഹചര്യമാണ് ഉള്ളത്. ബീഹാറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിൽ വളാഞ്ചേരി പോലീസ് സാഹസികമായി ഇയാളെ പിടികൂടുകയായിരുന്നു. 20ഓളം കേസുകൾ, പ്രകൃതി വിരുദ്ധ കേസുകൾ, അതും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധത്തിന് ഇരയാക്കി എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കേസുകൾ. ഇയാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.